ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആദർശത്തിന്റെ പേരും പറഞ്ഞേ ചിലപ്പോ നിന്നെ പിടിച്ചോണ്ട് പോവും. ഹാ, പിടിച്ചോണ്ട് പോയാലേ ഞാൻ അങ്ങ് പോവും. അപ്പോ അമ്മ തനിച്ചായി പോവും കേട്ടോ. ഞാൻ തനിച്ചായാലും ഒരു കുഴപ്പമില്ല. നീ ഒരു നല്ല സ്ഥലത്ത് എത്തിയാ മതി. നീ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ എത്തിയ വലിയ സന്തോഷം. അമ്മേ, നമ്മള് ജീവിച്ചിരുന്ന സ്ഥലത്തു നിന്നും ഒരുപാട് ദൂരത്തെത്തി. ഇനി വേണ്ടത് നമ്മുടെ ജീവിതത്തില് കഴിഞ്ഞ സംഭവങ്ങളിൽ നിന്നും ഒരുപാട് ദൂരത്തെത്താന്നുള്ളതാ. നമുക്കേ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ഒരു പ്രതീക്ഷയും വേണ്ട. നമുക്കിതേ ഇപ്പൊ ഞാനൊരു പുതിയ ചെടി കുഴിച്ചു വെച്ചില്ലേ, അതുപോലെ നമുക്ക് പുതിയ പ്രതീക്ഷകളൊക്കെ ഇവിടെ കുഴിച്ചിടാം. പൊട്ടി മുളക്കട്ടെ. ആ, ഗോപാലമാമനാ. ഗോപാലമാമ. മോളെ, എന്താ പരിപാടി? പരിപാടി എന്താന്ന് വെച്ചാ ഞാന് ഇവിടെ മുറ്റത്ത് 1-2 ചെടികൾ വെച്ചോണ്ടിരിക്ക. മോളെക്കുട്ടി കൊണ്ടുവന്ന് തന്നതാ. നമ്മളെപ്പോലുള്ള രാജാക്കന്മാര് താമസിക്കുന്ന സ്ഥലല്ലേ. കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ അതിരാവിലെ കുറച്ച് പൂക്കളൊക്കെ കണി കാണണ്ടേ. മതിയടി മതി. മോളെ, നിന്നെ ഇവിടെ നാട്ടി ഓടിച്ചിട്ടേ മകൾക്കൊരു നല്ല ജീവിതം ഒരുക്കി കൊടുക്കാമെന്ന് ആഗ്രഹിച്ചതാണല്ലോ സിത്താര മാഡം. പക്ഷേ അത് പെട്ടെന്ന് നടക്കും തോന്നില്ല. എന്തുപറ്റി? ആ പെണ്ണ് കളരിക്കല് നല്ല ഉടക്ക. നവീനുമായിട്ട് ഇന്നലെ വഴക്കുണ്ടായി. അതിന്റെ പേരിൽ അമ്മയും മോളും തമ്മിൽ നല്ല തെറ്റുകയും ചെയ്തു. സുനന്ദ കണ്ടു. അയ്യോ, അതിലൊന്നും സന്തോഷിക്കല്ലേ ഗോപാലമാമ. ഓ, എനിക്കങ്ങനെ മര്യാദകളൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നിന്നെ വേദനിപ്പിച്ചവരൊക്കെ അനുഭവിക്കണമെന്നാ. അങ്ങനൊന്നും പറഞ്ഞൂടാ. നവീനും ഗാഥയും തമ്മില് ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. എന്ത് പ്രശ്നത്തിന്റെ പേരിലും ഗാഥ സങ്കടപ്പെടരുത്. അവൾ എന്റെ കൂടെപ്പിറപ്പല്ലേ. അത് മാത്രല്ല, ഗാഥ ഒരു ഭാഗത്ത് വിഷമിക്കുമ്പോ അപ്പുറത്ത് നവീനും അത് വിഷമാവില്ലേ. എന്നെ കൊണ്ടാവൊന്നും സഹിക്കാൻ പറ്റില്ല. മോളിപ്പോഴും നവീനെ സ്നേഹിക്കുന്നുണ്ടല്ലേ? ആ ഗോപാലമാമ, നാളെ രാവിലെ മുതലേ ഞാൻ ലോട്ടറി വിൽക്കാൻ ഇറങ്ങാം. ഓ, ഞാൻ അറിഞ്ഞു. ആ, വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ മോളിയോട് പറഞ്ഞ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോ എന്റെ ലോട്ടറി ഗുരുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് വേണം കേട്ടോ. നീ പോയി വിറ്റോ മോളെ. നിനക്കും നിന്റെ അമ്മയ്ക്കും ഉള്ളത് ഭാഗ്യക്കുറി തന്നിരിക്കും. ഗോപാലൻ എന്താ പറഞ്ഞത്? ഓ, അതൊന്നുമില്ലമ്മേ. വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഗോപാലമാമ വിളിച്ചെന്നേ ഉള്ളൂ. നവീന്റെ കാര്യമൊന്നും പറഞ്ഞില്ലേ? വേണ്ടത്ത ചോദ്യങ്ങൾ എന്തിനാ? ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്തു വെച്ചപ്പോ അമ്മ പറഞ്ഞില്ലേ എല്ലാം എടുക്കണ്ട, ചിലതൊക്കെ കളഞ്ഞേക്കാൻ. അതന്നെയാ നമ്മളും ചെയ്യേണ്ടത്. ചിലതൊക്കെ അങ്ങ് കളഞ്ഞേക്കണം. അത് എന്റെ മുന്നിൽ നിന്ന് മറച്ചു വെക്കാം. പക്ഷെ നവീനോടുള്ള ഇഷ്ടം മറച്ചു വെക്കാൻ പറ്റുമോ? പാടില്ലാത്തതാണ്. എല്ലാം മറന്നു കളയണമെന്നൊക്കെ ഞാൻ എന്റെ മനസ്സിനോട് പറയുന്നുണ്ടമ്മേ. പക്ഷെ എത്ര തള്ളിക്കളയുന്നോ അതിന്റെ 100 ഇരട്ടി എന്റെ മനസ്സിലേക്ക് തള്ളിക്കയറുക. അതാ മോളെ യഥാർത്ഥ സ്നേഹം. അതങ്ങനെ ഒളിച്ചു വെക്കാനും മറച്ചു പിടിക്കാനൊന്നും പറ്റില്ല.